ഇതിൻ്റെ വാട്സപ്പിൽ പലരും അതായത് ഇതിൻ്റെ ചിത്രങ്ങൾ സഹിതം അയക്കുകയാണ്. അവർ പറയുന്നത് വേണമെങ്കിൽ ഞാനൊന്ന് കേൾപ്പിക്കാം. ഒരു നിമിഷം, എനിക്കറിയില്ല ഇത് എത്രത്തോളം ഞാൻ അതിന് മുതിരുന്നില്ല. യെസ്, നിരവധി ഉദാഹരണങ്ങൾ നിരത്തുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുമോ ഇവർക്ക്? ഇപ്പോൾ കൊല്ലത്തെ കാര്യം, കോർപ്പറേഷൻ മേയറുടെ വാർഡിലെ കാര്യമാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഈ വീട് നിഷേധിക്കാൻ എന്തോ വലിയ കാരണം ഉണ്ട് എന്നുള്ള രീതിയിലാണ് സലീം മടവൂർ പറഞ്ഞു വെച്ചത്. അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അവരെന്താ കേരളത്തിൽ താമസിക്കുന്നവരല്ലേ? അവർ വല്ല പാകിസ്ഥാനിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണോ? എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ജിതിൻ ദേവ്, ഒരുപക്ഷെ താങ്കൾക്ക് ആ യാഥാർത്ഥ്യം വാസ്തവം പറയാൻ പറ്റും. അനിൽ നമ്പ്യാർ, അതിൻ്റെ വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സർവേ പരാമർശിച്ചുകൊണ്ട് വേണം അതിൻ്റെ വാസ്തവത്തിലേക്ക് പോകാൻ. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഉദയനാട് താരം എന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ ഉദയനാട് താരം എന്ന സിനിമയ്ക്കകത്ത് ജഗദീഷ് ശ്രീകുമാറിന്റെ ക്യാരക്ടർ എനിക്കൊന്ന് പച്ചാളം ഫാസി എന്നത് നടന്നു. ഈ പച്ചാളം ഫാസി സരോജ് തെങ്ങുമൂടിനെ മറ്റേ നവരസങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സീനുണ്ട്. 9 നവരസങ്ങൾ അദ്ദേഹം കാണിച്ചു തരും. ജഗദീഷ് ശ്രീകുമാർ മഹാനായ നടൻ നല്ല എന്താ പറയുക, വളരെ മനോഹരമായി അത് കാണിച്ചു തരും. അതിനുശേഷം ഒരു 3 രസങ്ങൾ ഞാനായിട്ട് വികസിപ്പിച്ചെടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഒരു 3 രസങ്ങളും ജഗദീഷ് ശ്രീകുമാർ കാണിക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ ഈ സർവേ എൻ്റെ അറിവിൽ. കാരണം ഇവരിതുവരെ സർവേയുടെ പേര് പറയാൻ സലീം മടവൂർ തയ്യാറായിട്ടില്ല. സലീം മടവൂർ പറഞ്ഞ നീതി ആയോഗ്, അതായത് ഗ്ലോബൽ തലത്തിൽ അംഗീകരിക്കപ്പെട്ട 9 നവരസങ്ങൾ എന്ന് പറയുന്ന 12 ഇൻഡിക്കേറ്റേഴ്സ്, നേരത്തെ ശ്രീ രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ സാർ സൂചിപ്പിച്ചുകൊണ്ട് ഞാനത് വിശദമാക്കുന്നില്ല. 12 ഇൻഡിസീസ് ഉള്ള ഒരു സർവേ ഉണ്ട്. അതാണ് ഗ്ലോബൽ ഇൻഡിസീസ്. എക്സ്ട്രീം പ്യുവറിനെ കണ്ടുപിടിച്ച് അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ്. ഇവർ നടത്തിയ സർവേയുടെ പേരാണ് ആശ്രയ ഡിസ്റ്റിറ്റ്യൂട്ട് ഐഡന്റിഫിക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോജക്ട്. ഞാൻ ഈ സർവേയുടെ ഇൻഡെക്സിന്റെ 3 കാര്യങ്ങൾ മാത്രം ഈ ചാനൽ കാണുന്ന, നമ്മുടെ ചാനൽ കാണുന്ന ഈ ആൾക്കാരുടെ മുമ്പിലേക്കോ അല്ലെങ്കിൽ പാനലിസ്റ്റുകൾക്ക് മുമ്പിലേക്കോ അവതരിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഒരാൾക്ക് 1000 രൂപ പ്രതിമാസ വരുമാനമില്ലാത്ത ഒരാൾക്ക് 1000 രൂപ പ്രതിമാസ വരുമാനം ഉണ്ടാക്കിയെടുത്താൽ, അതായത് ദിവസം 30 മുതൽ വരുമാനം ഉണ്ടാക്കിയെടുത്താൽ അയാൾ എക്സ്ട്രീം പ്യുവറിന്റെ ആ ഒരു ബാരിക്കേഡിൽ നിന്ന് അയാൾ പുറത്തു വന്നു. ഇതാണ് ഒരു സർവേ, ഇവരുടെ ഒരു ഇൻഡെക്സ്. ഇനി രണ്ടാമത്തെ ഒരു സാധനമുണ്ട്. ഒരു കിടപ്പ് രോഗിക്ക് അല്ലെങ്കിൽ ഒരു മാനസിക വൈകല്യമുള്ള ഒരാൾക്ക്, അയാൾക്ക് ആ കിടപ്പ് രോഗിക്ക് ഒരു ബെഡ് ഇല്ലെങ്കിൽ ഇവർ പോയി ഒരു ബെഡ് വാങ്ങിച്ചു കൊടുത്താൽ അയാളുടെ ദാരിദ്ര്യം അവസാനിച്ചു. ഇനി മൂന്നാമത്തത്, ഇത്തരത്തിലുള്ള ഒരാളെ നേരത്തെ സേനാപതി വേണു സൂചിപ്പിച്ച മറ്റേ ഗാന്ധി ഭവനൊക്കെ സൂചിപ്പിച്ചല്ലോ. ആ ഗാന്ധി ഭവൻ, അതായത് ഒരു മാനസിക വിഭ്രാന്തിയുള്ള അല്ലെങ്കിൽ ഈ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളിനെ ഗാന്ധി ഭവനിൽ ഇവർ പിടിച്ചുകൊണ്ടുവന്ന് ആക്കിയാൽ അതോടെ അയാളുടെ ദാരിദ്ര്യം അവസാനിച്ചു. ഇതാണ് ഇവരുടെ ഇൻഡെക്സ്. ഇങ്ങനെ 6 അടിസ്ഥാന സൂചികളെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ സർവേ നടത്തിയിരിക്കുന്നത്. ഇതാണ് ഈ കേരളം ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ ഉഡായിപ്പ്. ഞാൻ സേനാപതി വേണു ഞാൻ അങ്ങേ വ്യക്തിപരമായി പരാമർശിക്കുകയല്ല. കോമഡി സർവേ സേനാപതി വേണു ഞാൻ അങ്ങേ വ്യക്തിപരമായി പരാമർശിക്കുകയല്ലെന്ന് മുൻകൂറായി അങ്ങയുടെ അനുവാദത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ പരിശോധിക്കാനോ പഠിക്കാനോ നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും കൂട്ടുപിടിക്കുന്നത് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിനെയാണ്. മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർവേ നടത്തിയാൽ ഇവർ തന്നിരിക്കുന്ന നിയമസഭാ രേഖകൾ മാത്രം പരാമർശിച്ചാൽ ഏകദേശം 5,95,800 അതിദരിദ്രരായിട്ടുള്ള, എക്സ്ട്രീം പുവറായിട്ടുള്ള, അബ്സല്യൂട്ട് പോവർട്ടി ലൈന് താഴെയുള്ള മനുഷ്യർ, കുടുംബങ്ങൾ ഈ കേരള സംസ്ഥാനത്തുണ്ട്. ശ്രീ സലീം മടവൂര്, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ദാരിദ്ര്യത്തെ നിങ്ങൾ പരിഹസിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ PR വർക്ക് ചെയ്തുകൊണ്ട്, എക്സ്ട്രീം PR ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരനെ പരിഹസിക്കുകയാണ്. ഇന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 4-5 ദിവസങ്ങളൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ പത്തനാപുരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളില്, പുനലൂരിന്റെ പ്രാന്തപ്രദേശങ്ങളില് ടിൻഷീറ്റ് കെട്ടി ഉണ്ടാക്കിയ വീടുകളിൽ ഉറങ്ങാതെ പെൺമക്കൾക്ക്, പ്രായപൂർത്തിയായ പെൺമക്കൾക്ക് കാവലിരിക്കുന്ന പാവപ്പെട്ട അമ്മമാര് ഇന്നും ഈ കേരളത്തിലുണ്ട്. ശ്രീ സലീം മടവൂര്, അന്നത്തിന് വകയില്ലാതെ ഒരു ദിവസം പറ്റാതെ പനിച്ചു കിടന്നുപോയ പട്ടിണി കിടക്കുന്നവർ. നിങ്ങൾ വാർഡും അവിടുത്തെ മെമ്പർ സഹിതം പറഞ്ഞുതരാം, കേട്ടോ, പേര് പറഞ്ഞുതരാം. വെള്ളം തെറ്റി വരണം നിങ്ങൾ എന്റെ കൂടെ. പത്തനാപുരത്ത് ചെമ്പനരുവി നിങ്ങൾ എന്റെ കൂടെ വരാൻ തയ്യാറാകണം. പുനലൂര്, ഈ പറഞ്ഞ ആദിവാസി ഊരുകൾ നിങ്ങൾ എന്റെ കൂടെ വരാൻ തയ്യാറാകണം. നിങ്ങൾ അവിടെ ഒന്നും പോകണ്ട. നിങ്ങൾ കൊല്ലം നഗരത്തിൽ, ശ്രീ സലീം മടവൂർ, നിങ്ങൾ കൊല്ലം നഗരത്തില് കോർപ്പറേഷന്റെ മേയർ ശ്രീമതി ഹണി ബെഞ്ചമിൻ വാർഡ് കൗൺസിലറായിട്ടിരിക്കുന്ന ഈ പുള്ളിക്കട കോളനിയിലേക്ക് നിങ്ങൾ വാ.
ആ വീഡിയോ ശ്രീ അനിൽ നമ്പ്യാർ ഇദ്ദേഹത്തിനെ ഒന്ന് കാണിച്ചു കൊടുക്കുക. 1200 കുടുംബങ്ങൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്നും കിടക്കുകയാണ്. ഈ ഭൂമി റെയിൽവേ കോർപ്പറേഷന് കൈമാറിയിട്ട് കാലങ്ങളായി. നിങ്ങൾ ഈ എക്സ്ട്രീം പൂവറിന്റെ ബാരിക്കേഡ് ഉണ്ടല്ലോ, ഈ ബാരിക്കേഡ് വെച്ച് ഈ പാവപ്പെട്ട 64,000-ഓളം ആൾക്കാരെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചപ്പോ ഈ കോർപ്പറേഷനിൽ അഴിമതി നടത്തുന്ന നിങ്ങളുടെ ഹനി ബെഞ്ചമിനോടും നിങ്ങളുടെ പഴയ മേയറോടും പറയേണ്ടത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്വന്തം വാർഡിലേക്ക് നോക്കാനാണ്. നിങ്ങൾ നോക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പാവങ്ങളെ പരിഹസിക്കരുത്. നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ വിശപ്പ് രഹിത കേരളമാക്കി മാറ്റാൻ ഞങ്ങൾ ചെയ്തു, DYFI കൊണ്ട് പൊതിച്ചോറ് കൊടുപ്പിച്ചു, ഞങ്ങൾ അത് ചെയ്തു, ഈ നാട്ടിൽ സാധാരണക്കാരൻ വിശപ്പ് അനുഭവിക്കുന്നതിന് ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ, അത് പറഞ്ഞോ. അല്ലാതെ നിങ്ങൾ ഈ എക്സ്ട്രീം പൂവർ അല്ലെങ്കിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം ശ്രീ സലിം മടവൂർ, നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതി മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാകണം. ഇവിടെ ധാരാളം NGO-കളുണ്ട് ഈ പാവങ്ങളെ പ്രവർത്തിക്കുന്നത്. വിദേശത്തുള്ള NGO-കളുണ്ട്, നാഷണൽ NGO-കളുണ്ട്. ഇവരാരും ഇനി പറയും കേരളത്തിൽ എക്സ്ട്രീം പോവർട്ടി ഇല്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിന് അവിടേക്ക് പോകണം? ഈ നാട്ടിൽ CSR ഫണ്ട് കൊടുക്കുന്ന ധാരാളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. എന്തിന് ഈ ദാരിദ്ര്യമില്ലാത്ത കേരളത്തിലെ ഊരുകളുടെ ഈ പറഞ്ഞ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ ചെലവാക്കണമെന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങൾ പാവങ്ങളെ പറ്റിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം, രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു ടെക്നോക്രാറ്റ്, ഒരു ഡാറ്റ അനലിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നാട്ടിലാണ് നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത്. ആ നിങ്ങളെ ചോദ്യം ചെയ്യുന്ന കാലം വിദൂരമല്ല സലിം മടവൂർ. ശ്രീ സലിം മടവൂർ, പട്ടിണി പാവങ്ങളെ പറ്റിക്കുക മാത്രമല്ല അവരുടെ കഞ്ഞി പാറ്റയിടുകയാണ്. നോക്കൂ, കേന്ദ്ര സർക്കാർ പദ്ധതികൾ അതിന്റെ ഗുണഭോക്താക്കളാണ് ഇവർ. ഇപ്പൊ നോക്കൂ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചതോടുകൂടി ഇപ്പൊ അവർക്ക് ഈ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം പോലും നിൽക്കാൻ പോവുകയാണ്, മുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഒരു പാതകം കൂടി ചെയ്തിരിക്കുകയാണ്. എന്താ അവർക്ക് മുടങ്ങാൻ പോകുന്നത്? അവർക്ക് എന്താ മുടങ്ങില്ലേ? കേന്ദ്രം എന്താ അവർക്ക്? അല്ല, അതിദരിദ്രർക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അതിപ്പോ അവർ അതിദരിദ്രരല്ല. നിങ്ങൾ പറയുന്നു അവർ അതിദരിദ്രരല്ല. ഇവിടെ കേരളത്തിന് കൂടുതൽ CSR ഫണ്ടുകൾ കൂടുതൽ കിട്ടുക ചെയ്യുക സഹായങ്ങൾ. കാരണം എന്താണെന്നറിയോ? അതെങ്ങനെ? കേരളം അത് പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഞാൻ പറയട്ടെ, അതിദരിദ്രരെ ഈ രൂപത്തിൽ ആളുകളെ മാറ്റി അവരെ ഉപജീവനത്തിനുള്ള അവസരം ഉണ്ടാക്കി, അവർക്ക് ഭക്ഷണം കൊടുത്തു, വീട് കൊടുത്തു. അങ്ങനെ ഈ പണം കൃത്യമായി ഉപയോഗിക്കുന്നത് കൊണ്ട് അഴിമതിയില്ലാതെ യഥാർത്ഥ ഉപഭോക്താവിന് ആ പൈസ കിട്ടുന്നത് കൊണ്ട് കേരളം മാറുന്നു. അങ്ങനെ ഡെവലപ്പ് ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്തേക്ക് കൂടുതൽ ഫണ്ട് വരും. കാരണം തങ്ങൾ കൊടുക്കുന്ന ഫണ്ട് വേണ്ട രൂപത്തിൽ ചെലവഴിക്കപ്പെടുന്നു എന്നുള്ളതിലല്ലേ വരിക. ആളുകൾ സഹായിക്കുക. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? തിരിച്ച് ഈ പണം ഞാൻ ചോദിക്കട്ടെ, ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ആണ് ചെലവഴിച്ചതെങ്കിൽ അതെന്താ സംഭവിക്കുക? ഈ പാവകൾ ഇപ്പോഴും അവിടെ ടോയ്ലറ്റ് ഉണ്ട്. പറയട്ടെ, നിങ്ങൾ പറയട്ടെ. അനിൽ നമ്പ്യാർ ട്രെയിനിൽ അല്ലല്ല അനിൽ നമ്പ്യാർ ഒന്ന് ഉത്തരേന്ത്യയിൽ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യണം. ട്രെയിനിൽ യാത്ര ചെയ്യണം യു പി കൂടെ രാവിലെ. നിങ്ങൾ 9 മണിക്ക് എണീറ്റാ പോരട്ടോ. ട്രെയിനിൽ രാവിലെ ഒരു 6 മണിക്ക് 5:30 മണിക്ക് പുറത്തേക്ക് നോക്കണം. അപ്പൊ കാണാം എന്താ. നിങ്ങൾ ഉറങ്ങിയിരിക്കപ്പോ നിങ്ങളൊന്ന് ഉണർന്നിരിക്കണം. നിങ്ങള് അതിലിരുന്ന് ഒന്ന് ഉറങ്ങിട്ട് ഒരു 5:30 മണിക്ക് എണീറ്റിട്ട് ഒരു 8:30 വരെ 2 വർഷം അപ്പൊ കാണും നിങ്ങളുടെ ഉത്തരേന്ത്യയിലെ ബി ജെ പി ഭരിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ വരയൻ കക്കൂസുകളൊക്കെ അവിടെ സലിം മടവൂർ, ഉത്തർപ്രദേശ്, താങ്കൾ ഉത്തർപ്രദേശല്ലേ, എപ്പോഴും ഉത്തർപ്രദേശിനല്ലേ കോട്ട് ചെയ്യുന്നത്? ഉത്തർപ്രദേശിന്റെ ഭൂവിസ്തൃതി, ജനസാന്ദ്രത, അതിനെയാണോ ഈ ഇട്ടാവട്ടത്തിലെ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? എന്താണ് സലിം മടവൂര്? അത്രയും പണം നമ്മൾ 1 രൂപ കേന്ദ്രത്തിന് കൊടുക്കുമ്പോ നമുക്ക് 25 പൈസ തരുമ്പോ അവർക്ക് 1 രൂപ 75 പൈസ കൊടുക്കുന്നുണ്ട്. ഒരു പൈസ കൂടുതൽ കൊടുക്കുന്നു. വലിപ്പത്തിനനുസരിച്ച് വരുമാനവും സഹായവും കൊടുക്കുന്നു കേന്ദ്രം. നമുക്ക് സഹായം തരുന്നില്ല, അവിടെ വ്യാപകമായി സഹായം കൊടുക്കുന്നു. അങ്ങനെ വ്യാപകമായി സഹായം കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇപ്പോഴും ആളുകൾക്ക് അടിസ്ഥാന സൗകര്യമില്ല. അതിൽ പാർട്ടിയുടെ ആ BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ഇപ്പോഴും അവർക്ക് പ്രാഥമിക കർമ്മത്തിന് പോലും ഇല്ലാത്ത, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ഇല്ലാത്ത ഒരു നാട്ടിനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ വക്താവ് ഇവിടെ വന്ന് പറയാണ്, ഇന്ന വാർഡിൽ ഇത്രാമത്തെ സ്ഥലത്ത് ഒരാൾക്ക് ഇതില്ല, അയാൾക്ക് വീട്. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് വെച്ചാൽ ജിതിൻ ദേവൻ ചോദിക്കട്ടെ, കേരളത്തിൽ BJPയുടെ മെമ്പർമാരുണ്ടല്ലോ, സ്വയംഭരണ സ്ഥാപനം. നിങ്ങളുടെ ഏതെങ്കിലും വാർഡിൽ മെമ്പർമാരുടെ വാർഡുകളിൽ ഇത്തരം വീടുകൾ ആ മെമ്പർമാർ ഈ സമിതി മുഖേന സംസ്ഥാന ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട്
അവരെ ഗവൺമെന്റ് അഡ്രസ് ചെയ്യാതെ ബാക്കി വെച്ചിട്ടുണ്ടോ? അതിനൊന്ന് ഉത്തരം പറയും. നിങ്ങളുടെ തദ്ദേശ മെമ്പർമാരുണ്ടല്ലോ, അവരുടെ നിങ്ങൾക്ക് എത്ര ഈ സർവേ നടന്നിട്ടില്ലെന്ന് സലിമടവൂർ നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് ഒരു ജംബോ എക്സർസൈസ് ആണ്. നിങ്ങൾ നടത്തിയ സർവേ നടന്നിട്ടില്ല. വെറുതെ പറയുകയാണ്. നിങ്ങൾ ഇങ്ങനെ പറ്റിക്കല്ലേ മനുഷ്യനെ. നിങ്ങളുടെ സഹാക്കന്മാരെ സഹാക്കന്മാരെ പൈസ ചർച്ച ചെയ്യുന്നത് ഇത് നിങ്ങൾ ഉപരിവിപ്ലവപരമായിട്ട് നിങ്ങൾ നടത്തിയ സർവേയാണ്. നിങ്ങൾ ബിജെപിയുടെ മെമ്പർമാരുള്ള വാർഡുകളിൽ ഈ രൂപത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സർക്കുലർ അവിടെയൊക്കെ തന്നിട്ടുണ്ടല്ലോ. ഇവിടെ സമിതികളുണ്ടല്ലോ ആളുകളെ കണ്ടെത്താൻ. അങ്ങനെ ബിജെപിയുടെ മെമ്പർമാരുടെ വാർഡുകളിൽ ഈ വിവരം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിദരിദ്രരെ കണ്ടെത്തിക്കൊണ്ട് അവരെ പുനരുദ്ധീകരിക്കാനും അവർക്ക് വീട് കൊടുക്കാനും ബിജെപിയുടെ വാർഡുകളിൽ മാത്രം കിട്ടിയില്ല. എനിക്ക് മറ്റ് അതിഥികളിലേക്ക് പോകണം പ്ലീസ്. ജിതിൻ മറുപടി. ബിജെപിയുടെ വാർഡിൽ കിട്ടിയില്ല. ഒറ്റ സെക്കൻഡ് ഞാനിത് വ്യക്തമാക്കി കൊടുക്കാം. ശ്രീ സലിം മടവൂർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ സർവേയിൽ, നിങ്ങൾ ഈ പറയുന്ന സർവേയിൽ വീടില്ലാത്തവന് വീട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡസ്ട്രീസ് പച്ചുകൊണ്ടല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർവേയാണ് നിങ്ങൾ അടിസ്ഥാനമായിട്ട് സൂചിപ്പിക്കുന്നത്. ആശ്രയ ഡെസ്റ്റിറ്റ്യൂട്ട് ഐഡന്റിഫിക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രൊജക്ട്, അതിന്റെ 3 സൂചികകൾ എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ചു മുമ്പ് വളരെ പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളത്. 2, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത് 2021-22 കാലഘട്ടത്തിൽ ഉപരിവിപ്ലവപരമായിട്ട് കുറച്ചധികം എന്യൂമറേറ്റേഴ്സിന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കിലയിലൊക്കെ കൊണ്ട് പരിശീലനം കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സൂചിക കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യനേഴ്സ് കൊടുത്തിട്ട് നേരത്തെ എന്താണ് നമ്മുടെ മോഹൻ സാർ പറഞ്ഞതുപോലെ ഒരു ഒബ്ജക്റ്റീവ് ഇൻഡിസിസ് കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ തട്ടിക്കൂട്ടി നടത്തിയ ഒരു സർവേ. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് 1000 രൂപയുടെ വരുമാനം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾ ഈ കേരള സംസ്ഥാനത്തെ മുഴുവൻ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഇതിന് പോയിട്ടില്ല. നിങ്ങൾ വയനാട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊല്ലത്തിന്റെ അവിടെ പോയാലും നിങ്ങൾക്ക് കാണാം. 1,10,00,000 മനുഷ്യർ ഇന്നും അസംഘടിത മേഖല ജോലി ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഈ പൊള്ളത്തരവും ഈ ഏതാ ജിതിൻ ദേവിനെ ആധികാരികമായിട്ട് പറയാൻ കഴിയുമല്ലോ. ബിജെപിയുടെ മെമ്പർമാരുള്ള വാർഡുകളിൽ അല്ലെങ്കിൽ കൗൺസിലർമാരുള്ള വാർഡുകളിൽ, ബിജെപിയുടെ കൗൺസിലർമാരും മെമ്പർമാരുമുള്ള വാർഡുകളിലും ഡിവിഷനുകളിലും ഈ പദ്ധതി എത്തിയിട്ടില്ല, ഈ പദ്ധതി അറിയില്ല, അവരെ മറച്ചു വെച്ചാണ് നടത്തിയതെന്നാണോ? ഏത് പദ്ധതിയെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ സലിമടോ, നിങ്ങൾ പറ, ഏത് പദ്ധതിയെ പറ്റി നിങ്ങൾ ആ പദ്ധതിയുടെ പേരെന്താ ഒന്ന് പറഞ്ഞേ. ഞാൻ ചോദിക്കുന്ന അതിദരിദ്രരെ ഇല്ലായ്മ ചെയ്യുന്ന 64,000 വീട് കിട്ടാൻ പ്രധാനമന്ത്രി ഇവിടെ, അതാണോ നിങ്ങൾ ഏത് പദ്ധതിയെ പറയുന്നത്? നിങ്ങൾ ഏത് പദ്ധതിയെ പറ്റി സംസാരിക്കുന്നത്? ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ സംസ്ഥാനത്ത് 64,000-ഓളം വരുന്ന കുടുംബങ്ങളിൽ നിന്ന് 1,00,000-ൽ പരം ആളുകളെ കണ്ടെത്തി അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ എന്യൂമറേറ്റർമാരെ വെച്ചു. വാർഡ് മെമ്പർമാർ അതിന് മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ ഈ സമിതി വെച്ചുകൊണ്ട് വലിയ രൂപത്തിൽ പ്രവർത്തനം നടത്തിയല്ലോ ഇപ്പൊ കേരളത്തില്. ഈ പ്രവർത്തനം നിങ്ങളുടെ മെമ്പർമാരുള്ള വാർഡുകളിൽ ഇതൊന്നും നടന്നിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിനൊന്ന് ഉത്തരം പറയൂ. നിങ്ങൾ മെമ്പർമാരുള്ള വാർഡുകളിൽ നടന്നിട്ടില്ലേ? നടന്നിട്ട് അതേ പറയുന്നുള്ളൂ. ഈ പ്രവർത്തനം ഇങ്ങനെ ഒരു വർക്കും അവിടെ നടന്നിട്ടില്ല. ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വർക്കും നടന്നിട്ടില്ല. അവിടെ എന്യൂമറേറ്റർമാരില്ലായിരുന്നു, അവിടെ DRമാരില്ലായിരുന്നു, ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ വാർഡുകളിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ വീടുകളെ പേര് എഴുതിയിട്ട് ആളുകളൊക്കെ പേര് കൊടുത്തിരുന്നു ദരിദ്രന്മാരുടെ. അവരൊക്കെ തന്നെ ഇപ്പോഴും ദരിദ്രന്മാരാണ്, ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെയാണ് രണ്ടിലൊന്നിലും നിങ്ങൾ ഉറച്ചത്. രണ്ടിലൊന്ന് നിങ്ങൾ പറയണം. അതറിയാനാണ് പെട്ടെന്ന് 584 കുടുംബങ്ങൾക്ക് കുടുംബശ്രീയിൽ അംഗത്വം കൊടുത്തു. നിങ്ങളുടെ ഒരു വാദം ഇതാണോ നിങ്ങളുടെ പദ്ധതി? ഇതാണോ നിങ്ങളുടെ പദ്ധതി? റേഷൻ കാർഡ് കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് കൊടുത്തു. ഇതാണോ നിങ്ങളുടെ പദ്ധതി? നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ വന്ന് നിങ്ങൾ ഏത് പദ്ധതി സംസാരിക്കുന്നത്?
ബിജെപിയുടെ മെമ്പർമാരുള്ള വാർഡുകളിൽ ഈ നിങ്ങൾ പറയുന്ന ഏത് പ്രോജക്ട് പദ്ധതി? വന്നിട്ട് നിങ്ങൾ ആ പദ്ധതിയുടെ പേരെന്ന് പറ. ഏത് പദ്ധതിയോ? ഞാൻ പറയാം. നിങ്ങൾ ഏത് ലോകത്താ? ഞാൻ പറയാം. നിങ്ങൾ നിങ്ങൾ ഏത് പദ്ധതിയുടെ പേര് പറ. ഞാൻ നിങ്ങൾ പറയാം. ഏത് ലോകത്താ? നിങ്ങൾ ഏത് ലോകത്താ? ഞാൻ ഇന്ത്യ ഈ മഹാരാജ്യത്ത് കേരളത്തിൽ ഇപ്പൊ നടത്ത പ്രൊജക്ട് ഉണ്ടല്ലോ, ആ പ്രൊജക്ട് നിങ്ങളുടെ വാർഡുകളിൽ ഏത് പ്രൊജക്ട്? നിങ്ങൾ ആ പ്രൊജക്ടിന്റെ പേരെന്ന് പറയുന്നത്. നിങ്ങൾ എത്ര നേരം ചോദിക്കും? അരമണിക്കൂർ പ്രൊജക്ടിന്റെ പേരെന്ന് ആ പ്രൊജക്ടിന്റെ പേരെന്ന് പറ. നിങ്ങൾ ജനം ടി വി എല്ലാ ടിവിയും കാണണം, എല്ലാ പേപ്പറും വായിക്കണം. നിങ്ങൾ ഇവിടുത്തെ ജന്മഭൂമി മാത്രം എല്ലാ പത്രവും എല്ലാ വായിക്കണം. ഇത് പേപ്പറും വേറെ വായിക്കണം. പത്രമോ? അപ്പൊ അറിയാം ഇത് ജന്മഭൂമി, ഇത് വേറെ പത്രമോ? കേരളത്തെ ഇത് വേറെ പത്രമോ? നിങ്ങൾ ആ പ്രൊജക്ടിന്റെ പേരെന്ന് പറയുന്നത്. മനുഷ്യൻ എടുത്ത പ്രൊജക്ടിന്റെ പേരെന്ന് പറയാം. ഈ എക്സ്ട്രീം പോവർട്ടി അടിച്ചു പറയിപ്പിക്കാൻ പറ്റില്ലല്ലോ. വെറുതെ വന്നിരുന്നിട്ട് ചാനൽ ചർച്ച വന്നിരുന്നിട്ട് തെള്ളി മറിക്കല്ലേ. നിങ്ങൾ വേറെ നിങ്ങൾ കാശ് കൊടുത്ത് PR ചെയ്യുന്ന ചാനൽ ജനം ടി വിയിൽ വന്നിരുന്നിട്ടല്ല ഇത് തള്ളേണ്ടത്. നിങ്ങൾ പച്ചക്കള്ള നിങ്ങൾ പച്ചക്കള്ള പറയുന്നത്. നിങ്ങൾ കൊന്നു പറയുന്നത്. നിങ്ങൾ വെറുതെ വന്നിരുന്നിട്ടൊക്കെ Yes, yes, പറഞ്ഞത്. നമുക്ക് പച്ചക്കള്ള പറയുന്ന ശ്രീ അല്ല, നമുക്ക് ആരാണ് കള്ളം പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യെസ്.